നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നു. പ്രതിപക്ഷത്തെ 3 അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ നൽകിയില്ല. തീർത്തും ഏകപക്ഷീയമായിട്ടാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി വിജോയ് ബിനോയ് പുളിനാട്ട്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി റാണിക്കുട്ടി ജോർജ്, ക്ഷേമകാര്യ ചെയർമാനായി CM ബേബി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ബിൻസി മോഹൻ എന്നിവരെ തെരഞ്ഞെടുത്തു. 16 അംഗങ്ങളുള്ള കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ UDF 13, LDF 3 എന്നിങ്ങനെയാണ് കക്ഷിനില. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സമ്പൂർണ്ണ ഭരണസമിതി അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തന്നെ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കും. നമുക്കറിയാം ഈ ഒരു മേഖലയുടെ പ്രശ്നങ്ങൾക്കായിരിക്കും ഞങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം കാട്ടാന ശല്യം ഏറ്റവും കൂടുതൽ ഞങ്ങൾ അതിരൂക്ഷമായ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രത്യേക ശ്രദ്ധയുണ്ടാവും. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് 1ാം സ്ഥാനം നിൽക്കുന്ന ബ്ലോക്ക് പഞ്ചായത്താണ്. ആ 1ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ജനക്ഷേമകരമായ വ്യത്യസ്തങ്ങളായ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പരിശ്രമിച്ച് ഈ നാടിൻ്റെ വികസനവും ഈ നാടിൻ്റെ ക്ഷേമവും എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നതായിരിക്കും. LDF അംഗങ്ങൾ നോമിനേഷൻ നൽകാതിരുന്നതാണ് തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമാകാൻ കാരണം. കോട്ടയം DFO ജോൺ മാത്യു ആയിരുന്നു വരണാധികാരി. തെരഞ്ഞെടുക്കപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ആശംസകൾ നേർന്നു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പായിരുന്നു. അത് പൂർത്തീകരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് കീരമ്പാറ ഡിവിഷൻ മെമ്പർ റാണിക്കുട്ടി ജോർജ് അവറുകളെയും, അതുപോലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് CM ബേബി കോട്ടപ്പടി ഡിവിഷൻ മെമ്പറും, അതുപോലെ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിട്ട് എടമലയാർ ഡിവിഷനിൽ നിന്നുള്ള ബിൻസി മോഹനെയും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. സിംഗിൾ നോമിനേഷനായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വോട്ടിംഗ് നടത്തപ്പെട്ടില്ല. ഔദ്യോഗികമായി വരണാധികാരി പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരുടെ സഹകരണത്തോടു കൂടി തന്നെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. എന്തായാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കേരള സംസ്ഥാനത്ത് ഏറ്റവും വലിയ ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആദിവാസി മേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത്. അതുകൊണ്ട് മുൻ ഭരണസമിതി നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള അറിവ് ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ തുടർച്ചയെന്നോണം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് ഞങ്ങൾ 16 പേരും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമെന്ന് മാത്രമാണ് ഈ തരുണത്തിൽ പറയുവാനുള്ളത്. മീഡിയ 60 ന്യൂസ് കോതമംഗലം.